പിന്നെ ഓനെ ഞാൻ കൊല്ലും. എന്റെ മക്കളെ വളർത്തും പോലെ ഞാൻ വളർത്തിന്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് കൊലരാവൻ നിന്റെ അച്ഛനാണ്. ഓരോ താളം എന്താ വേണ്ട ദൈവമേ. എന്നെ കളിപ്പിക്കാൻ കണ്ടോ എന്നെ പോലെ അഞ്ചെട്ടെണ്ണത്തിനെ നോക്കിയാണ് ഞാൻ. എന്താ കിടന്ന് കളിക്കണേ? ഇങ്ങോട്ട് വായ പശു അങ്ങട് അവിടെ തന്ന പാടത്തന്ന പുല്ല് കിട്ടൂല എനിക്ക്. എന്ത് ജാതി സാധനം അത്? ഓണം വരുന്നു. ഏയ് അവിടെ അവിടെ ഹലോ. ആ ഇങ്ങടെ കോട്ടണ് ഈ ജന്തു. ആ ഹലോ എന്താ പറഞ്ഞേ? ഞാനുണ്ടല്ലോ ഇങ്ങോട്ട് അല്ല ഇവിടെ പറഞ്ഞാണ്. ആ പറഞ്ഞോളി. ആര്? ഉണ്ണിക്കുട്ടനോ? ആശാരിപ്പണി ഒന്നല്ല. ഞാൻ ആശാരി നിങ്ങൾ ഈ നേരമില്ലാത്ത നേരത്ത് മനുഷ്യനെ വിളിച്ച് വട്ടം ചിരിക്കണത് 100 കൂട്ടം പണിയാണ് എടുക്കണത് ഇവിടെ. വേറെ ആരെയാണ് വിളിച്ചേക്കണേ? ആ വെച്ച് പോവും. എന്താ ജന്തു? പോയാ എന്താണ് പോർന്ന് അച്ഛാനെ? എന്താകട്ടങ്ങള് എനിക്കേറെ ജീവിക്കണ്ടു. നിന്റെ പശു കൊണ്ട് നമുക്കൊന്നും ജീവിക്കണ്ടേ? ഞാൻ വാഴ വെച്ചിട്ടാ ജീവിക്കുന്നു. എന്താണ്? എന്റെ രണ്ടാമത്തെ വാഴയും പോയി. കൂമ്പറഞ്ഞോ? നിന്റെ പശു തിന്ന്. ഇന്റെ പശു എങ്ങനെ നിങ്ങളോർത്ത വായ തിന്നണേ? നിന്റെ പശു എല്ലാവരും പശു അവിടെ വരുന്നില്ലേ? അതൊക്കെ മനസ്സിലായില്ല. ഞാൻ എന്റെ പശുവിനെ പാർത്തല്ലേ കെട്ടണേ. എന്റെ പറമ്പില് വാഴ തിന്നു പശു ആടുന്ന എന്നാ വേലി കെട്ടിണ്ടാവില്ല. ഞങ്ങള് വേലി കെട്ടിക്കോളി. വേലി കെട്ട പൈസ വേണ്ടേ? നീ പൈസ തരുവാ? ശരി. നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതിന് ഇപ്പൊ എന്റെ പശുവിനെ ഞാൻ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് വെക്കേ വെച്ചിട്ട്. പശുവിനെ പിന്നെ ഉറപ്പിൽ കെട്ടണ്ടേ? അങ്ങനെ ഉറപ്പിലൊക്കെ തന്നെ കെട്ടിയേക്കണേ. എന്തിപ്പോ ഒരു വായന്റെ ഇല ഒരു പശുന്ന് വായന്റെ തലപ്പൊന്ന് കടിച്ചോ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരണ്ടേ? എന്നാ 150 എടുത്തോളി. ഒരു വായലൊക്കെ 150. എന്റെ മക്കളെ പോറ്റും പോലെ ഞാൻ അതിനെ പോറ്റിന് അറിയാ വളർത്തിന്. എന്റെ പശുവിനെ ഞാൻ അങ്ങനെ തന്നെ വളർത്തണതേ. അത് ശരി. അതിന് തിന്നാൻ കൊടുക്കണ്ടേക്ക്. അപ്പൊ നഷ്ടപരിഹാരം തരില്ല? നഷ്ടപരിഹാരം തരാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഞാൻ എന്റെ പശുവിനോട് പോയിട്ട് ഇവരോർത്ത വായന്നോളി രാഘവട്ടന്റെ വായന്നോളി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ ഞാൻ വെറുതെ എന്നോട് വർത്താനം പറയണ്ടേ? ഞാൻ ഇതിന് നിയമം ഉണ്ടോക്കട്ടെ. ഒരു പശു വായന്റെ അല്ല ഒരു ലേസം കടിച്ചതിന് നിങ്ങൾ നഷ്ടപരിഹാരം ചോദിച്ചത്ര നാണല്ല ഞങ്ങൾക്ക്. 2 വാഴയാണ് ഇപ്പൊ തിന്ന്. നിന്റെ 2 വട്ടം ചാണകം കൊണ്ടുപോയിക്കോളി. ഇത് ചാണകം ആയിക്കോട്ടെ വേണം. എനിക്ക് പൈസ കൊടുത്ത് ചാണകം കിട്ടും. അല്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തിപ്പോ തരണ്ട്? ഞാൻ എഴുതി തരണോ? നിങ്ങള് പോയക്കാളിന്ന് അവിടുന്ന് ചിലക്കാണ്ട് അല്ല വർത്താനം പറയണ നിങ്ങള്. മുടി മീശൊക്കെ കറുപ്പ് പെയിന്റും അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കാം മമ്മൂട്ടണമായിരിക്കും. ഒരു വാഴ കണക്ക് മറ്റു നഷ്ടപരിഹാരം കൊടുക്കണത് മൂപ്പിക്ക്. നഷ്ടപരിഹാരം ആൾക്കാർ ഭരിച്ചിട്ട് കിട്ടില്ല. നഷ്ടപരിഹാരം എന്നാടെ കുഴപ്പം? എന്റെ രണ്ടാമത്തെ വാഴയും പോയി. രണ്ടാമത്തെ വാഴ പൊരിച്ചുകൊണ്ടോയാ പോയേക്കാ? ഇല്ല, ഓന് പശു തിന്നൂന്ന്. എന്നിട്ടിപ്പോ എന്തായി? പറ. ഞാൻ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു. ഒന്നും തരൂലെന്ന് പറഞ്ഞു. ഒരു ഉറുപ്പേരില്ല. ഞാൻ ഇതിൻ്റെ ഒക്കെ പാർട്ടിയുടെ സംഭാവനക്ക് പോയി 10 പൈസ തന്നിട്ടാ. മാത്രമല്ല നമ്മുടെ ഒരു അപമാനിക്കലും. തോറ്റാലും ഞാൻ മെമ്പറല്ലേ അല്ലേ? ഇപ്പൊ എന്താണ് ഞാൻ ചെയ്യേണ്ടത് പറ. മുഖ്യമന്ത്രിനെ വിളിക്കടാ. വേണ്ട, ചെറിയൊരു വായന പ്രശ്നം നമുക്ക് അങ്ങോട്ട് കിടക്കണ്ട. ഞാനൊരു കാര്യം ചെയ്യാം. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. അല്ല, അതിന് വേണ്ടിട്ട് തന്നെ ഒരു കടലാസിൽ പരാതി കൊടുക്കാൻ പറ്റുമോ? വേറെ ഒന്നും വേണ്ട. അങ്ങനെ വിടാൻ പാടില്ലല്ലോ. നിങ്ങളെ വായല്ലേ, ഓന്റെ പശുവല്ലേ വന്ന് തിന്നത്. അപ്പൊ നമുക്ക് വിടാൻ പാടില്ല. നമ്മൾ പ്രതിഷേധിക്കണം. ഓൻ എത്ര പശുവല്ലേ? ഓന് എത്ര പശുണ്ടെന്ന് എനിക്കറിയില്ല. 6 പശുണ്ട്. എന്റെ ആടെ ആ കളി എന്റെ രാഘവട്ട. ഈ മെമ്പർ സ്ഥാനം തോറ്റ എത്ര വോട്ടിനാണെന്നറിയാം എനിക്ക്? 2 വോട്ടിന്. ഓനും ഓന്റെ ഭാര്യ എനക്ക് വോട്ട് ചെയ്തില്ല. ചെയ്യില്ല കള്ളൻ. കളി മാറും. പരാതി അങ്ങോട്ട് എഴുത്താരാ. ബാക്കി ഞാൻ ഏറ്റു വിടൂല. നിങ്ങ എന്റെ പേര് ഞാൻ വരാം. അതോടെ വേണമെങ്കിൽ വരാം. വരണല്ലോ. വാ, വീട്ടിൽ പോയിട്ട് പോവാ.
എവിടെ ഈ പെണ്ണ് പോയി കിടക്കുന്നത്? ഇത്തിരി വെള്ളം ചോദിച്ചാൽ അയാളൊക്കെ ആ വെള്ളം എടുക്കേ. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കില്ല. അതിന് വെള്ളം കാട്ടി കളി. ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. എവിടുന്നാ ചെക്കൻ്റെ? ചെക്കൻ്റെ അല്ലേ? എന്താ ഏത് കണ്ണുപിടിക്കാനുള്ളത്? എവിടുന്ന നോക്കിയവനെ? എവിടുന്നാ? ഇത് പഞ്ചായത്തിൽ നിന്നാണ്. പഞ്ചായത്തിൽ നിന്നോ? ആ പഞ്ചായത്തിൽ നിന്ന് ഇപ്പൊ എന്താണ്? ഇല്ലല്ലോ അത്. എന്താ ജിക്കണേ? ഈ കത്ത് വായിച്ചിട്ട് ഈ തിരിച്ചോണ്ടുണ്ടോ? ഇല്ല. അതിന്റെന്താണ് ചങ്ങായി? ഇത് മണി ഓർഡർ ഒന്നല്ല. അത് ശരി. ഈ നിലക്കാണ് വണ്ടി പോണത്. എന്താപ്പത് സ്ഥിതി? എന്റെ പണി കഴിയട്ടെ, എന്നിട്ടാവാ ബാക്കി. വെള്ളം ചോദിച്ചിട്ട് എന്താ ചിരിക്കണേ? ഈ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റ് നിപ്പുണ്ടാ? പിന്നെ ഇപ്പൊ ഒരു പോസ്റ്റ്മാൻ വന്നില്ലേടാ നമ്മടല്ലേ? പോയാണ്ട് ഒന്ന് കാണുന്നതായി. അതെ, ആ അപ്പ അങ്ങോട്ട് പോയുള്ളൂ. അതല്ലേ? അല്ലല്ല, എന്തിനാണ് അവൻ വന്നേ? ഓ വന്നത് അപ്പൊ ഒരു കത്ത് എന്റെ ഉണ്ണി ഒന്നും പറയണ്ടതല്ല. പഞ്ചായത്ത് നിന്നേ ഒരു കത്ത് വന്നേക്കാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. എന്താ നോക്കിയേ? ഇതാ 6 പശു ഒരാൾക്കുള്ള പ്രശ്നം പറയണേ. ഓ അത് ശരി, അതല്ലേ? ആ പ്രശ്നമാണ്. അതെന്താ പ്രശ്നം? പ്രശ്നം ആരുണ്ടാവും? പ്രശ്നം ഉണ്ടാവില്ലേ? ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് വീട്ടിലിപ്പോ 1 പശു 2 പശു 3 പശു ഒക്കെ പലർക്കും ഉണ്ടല്ലോ. ഇവിടെ 1-2 പശു കൂടിപ്പോയി. അതെന്താ അത്ര വലിയ പ്രശ്നം? അത് പ്രശ്നമാണ്. അതൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഒരു നൂലാമാലയുണ്ട്. ഇതെന്തിപ്പോ ചെയ്യുന്നപ്പോ? പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളെ പഞ്ചായത്ത് പോയി കാര്യം അന്വേഷിക്കാലോ. പോയി അന്വേഷിക്കണല്ലേ? ഞാനിത് അന്വേഷിക്കുന്നതായിരുന്നു. 2 വോട്ടിനെ തോറ്റുപോയത്. ഇപ്പൊ എനിക്കറിയാലോ, നമ്മളിപ്പോ കാലങ്ങളായിട്ട് ആ ഒരു പാർട്ടിയിൽ വോട്ട് ചെയ്യണോണ്ട് അങ്ങനെ ചെയ്താണ്. അല്ലാണ്ട് എന്നോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ. അത് സാരില്ല. അതിപ്പോ എന്തെങ്കിലും ഒരു സഹായം പറഞ്ഞാട്ടോ. ഇതിപ്പോ എന്താ ചെയ്യണ്ട? ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതായാലും പഞ്ചായത്ത് പോയി ഒന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അവർ ചില കാര്യങ്ങൾ പറയുമല്ലോ. പോയിട്ട് വാ. എന്നാ എന്റെ ശരി. ആയിക്കോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സഹായം. ഒരു പ്രശ്നമില്ല, പക്ഷെ പ്രശ്നമാണ്. അതെ അതെ അതെ. എന്നാ ശരി. 2 വോട്ടിനാണ് നമ്മൾ തോറ്റത്. അന്ന് വോട്ട് ചെയ്തിരുന്നു നമ്മളിന്ന് മെമ്പർ കിട്ടിക്കും. അങ്ങനെ വിടൂല.